ഈ ഇറാനിയൻ സിനിമകളെക്കുറിച്ച് പലരും എനിക്കും ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ ഇറാനിയൻ സിനിമകളാണ്. വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമ. ഞാനൊരു ഓൾമോസ്റ്റ് ഒരു കുറേയധികം ഇറാനിയൻ സിനിമകൾ കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് ആ, പനാഹി അല്ലെങ്കിൽ കിരോസ്തമിയുടെ മൂവികൾ. കിരോസ്തമിയുടെ മൂവികളാണ് ഞാൻ കൂടുതലും വർഷങ്ങളായിട്ട് മുമ്പേ കണ്ടിട്ടുള്ളത്. ഇപ്പോഴും ഇടയ്ക്ക് ഓരോ സിനിമകൾ കാണും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വളരെ കൂളാക്കുന്ന സിനിമകളാണ്. അങ്ങനെ ഒരു സിനിമ കൾച്ചർ വേൾഡ് വൈഡ് ഉണ്ടല്ലോ. നമ്മൾ ഈ കാണുന്ന കമേഴ്ഷ്യൽ സിനിമകൾ മാത്രമല്ല. കമേഴ്ഷ്യൽ സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ലോജിക്ക് വേണ്ട, അങ്ങനെ പല കാര്യങ്ങളും വേണ്ട. വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി. പക്ഷേ ഈ വേൾഡ് മേക്കേഴ്സിന് ചെയ്യുന്ന സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു പോയറ്റിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ, ഭയങ്കര പോയറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് ആ സിനിമകളൊക്കെ വിലയിരുത്താൻ പറ്റുക. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും പോയറ്റിക് ആയിട്ടുള്ള സിനിമകൾ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്നു സിമ്പിളാണ് ആ സിനിമ. ഞാൻ കണ്ട സിനിമകളെ കുറിച്ച് പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെയുള്ള സിനിമകൾ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. നമ്മൾ വിചാരിക്കും വളരെ സിമ്പിളാണല്ലോ, അങ്ങനെ അതിൻ്റെ മേക്കിംഗ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒരിക്കലും സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല അങ്ങനെയുള്ള സിനിമ മേക്കിംഗ്. കമേഴ്ഷ്യൽ സിനിമകൾ, നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്ന സിനിമകളൊക്കെ നമുക്ക് ടെക്നോളജി അല്ല യൂസ് ചെയ്തിട്ട്, ടെക്നിക്കലി യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. പക്ഷേ ഇങ്ങനെയുള്ള ഈ പോയറ്റിക് സിനിമകൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്.